ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. ബി എഡ് കോഴ്സുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മേഖലയിൽ പ്രധാനപ്പെട്ട ചില മാറ്റങ്ങൾ വരികയാണ്. അതായത് 2 വർഷത്തെ ബി എഡ് കോഴ്സ് വീണ്ടും 1 വർഷത്തെ കോഴ്സാക്കി മാറ്റാൻ പോവുകയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ആർക്കൊക്കെയാണ് അതായത് 2 വർഷത്തെ ബി എഡ് എന്നുള്ളത് 1 വർഷത്തെ ബി എഡ് കോഴ്സായിട്ട് ചെയ്യാൻ സാധിക്കുക, അതുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റ്സുകളാണ് ഈ വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ വിശദമായിട്ട് പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും ആമുഖമായിട്ട് ഓർപ്പെടുത്താനും. അപ്പോൾ നേരത്തെ 2014 വരെ ബി എഡ് കോഴ്സ് എന്നുള്ളത് 1 വർഷത്തെ കോഴ്സായിരുന്നു. എന്നാൽ 2014 അതായത് 2015 തൊട്ട് NCTയുടെ ഭാഗത്തു നിന്നുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് പ്രകാരം ബി എഡ് എന്നുള്ള ഈ ഒരു കോഴ്സ് 1 വർഷത്തെ കോഴ്സ് 2 വർഷമായിട്ട് മാറ്റുകയായിരുന്നു. ഇപ്പോൾ നിലവിൽ ഏകദേശം 10 വർഷത്തോളമായി ബി എഡ് അതായത് വിദ്യാഭ്യാസ മേഖലയിലെ പ്രധാനപ്പെട്ട കോഴ്സായിട്ടുള്ള അതായത് ടീച്ചിങ് മേഖലയിലോട്ട് ആവശ്യമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട പ്രൊഫഷണൽ കോഴ്സായിട്ടുള്ള ബി എഡ് കോഴ്സ് 2 വർഷം എന്നുള്ള സിസ്റ്റം തുടരുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ അതായത് 1 ഇയർ എന്നുള്ള കോഴ്സിലോട്ട് അതായത് മാറ്റുമോ അല്ലെങ്കിൽ 1 ഇയർ കോഴ്സ് അതായത് നേരത്തെയുള്ള ആ ഒരു കോഴ്സ് തിരിച്ചു വരുമോ എന്നുള്ളത് ഒരുപാട് ഉദ്യോഗാർത്ഥികളുടെ സംശയമായിരുന്നു. അതേപോലെ തന്നെ 2 വർഷം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഡിഗ്രി അല്ലെങ്കിൽ PG ശേഷം വീണ്ടും 2 വർഷം പഠിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. കാരണം സമയം ഒരുപാട് നഷ്ടപ്പെട്ടു പോകുന്നൊരു സിസ്റ്റം തന്നെയാണ്. അപ്പോൾ ആ ഒരു സിസ്റ്റത്തിൽ നിന്ന് വീണ്ടും നമ്മുടെ ഈ ഒരു ബി എഡ് കോഴ്സ് NCTയുടെ ഭാഗത്തു നിന്നുള്ള ഏറ്റവും അവസാനത്തെ ഡിസ്കഷൻ പ്രകാരം കഴിഞ്ഞ ജനുവരി 2nd വീക്കിൽ കൂടിയ മീറ്റിംഗ് പ്രകാരം ബി എഡ് എന്നുള്ളത് 10 വർഷത്തിന് ശേഷം വീണ്ടും 1 വർഷത്തെ കോഴ്സാക്കി മാറ്റാൻ പോവുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട എല്ലാ ചർച്ചകളും ഓൾറെഡി നടന്നു കഴിഞ്ഞു. അതിൻ്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. അപ്പോൾ NCTയുടെ ഭാഗത്തു നിന്നും അതായത് ഒഫീഷ്യലായിട്ട് തന്നെ അതിൻ്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. സുപ്രീം കോർട്ട് ഉൾപ്പെടെയുള്ള എല്ലാ മേഖലകളും അത് അംഗീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വരുന്ന വർഷം തന്നെ ഈ ബി എഡ് എന്നുള്ളത് 1 വർഷത്തെ കോഴ്സാക്കി മാറ്റുവാൻ പോകുമെന്നാണ് ഏറ്റവും അവസാനമായിട്ട് NCTയുടെ ഭാഗത്തു നിന്നുള്ള അപ്ഡേറ്റ്സ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 1 ഇയർ ബി എഡ് എന്നുള്ള ഈ ഒരു കോഴ്സ് ആർക്കൊക്കെ ചെയ്യുവാൻ സാധിക്കുമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നിലവിൽ ഇൻ്റഗ്രേറ്റഡ് ബി എഡ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ബി എഡ് മേഖലയിലെ അപ്ഡേറ്റ്സ് വരാൻ പോവുകയാണ്. അതായത് ഇൻ്റഗ്രേറ്റഡ് ബി എഡ് എന്നവരും സ്വാഭാവികമായിട്ടും +2 കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അതായത് +2 പാസ്സായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഡയറക്റ്റായിട്ട് ഡിഗ്രിയോടൊപ്പം ബി എഡ് ചെയ്യുവാൻ സാധിക്കുന്ന ഓപ്ഷനാണ് ഇൻ്റഗ്രേറ്റഡ് ബി എഡ്. അപ്പോൾ ആ ഒരു ഇൻ്റഗ്രേറ്റഡ് ബി എഡ് അല്ല, എന്നാൽ നിലവിൽ ഡിഗ്രി അല്ലെങ്കിൽ PG കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് ബി എഡ് ചെയ്യുമ്പോൾ പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് NCTയുടെ ഭാഗത്തു നിന്നും ഏറ്റവും അവസാനമായിട്ട് വന്നിട്ടുള്ള അപ്ഡേറ്റ്സ്. അതോടൊപ്പം തന്നെ ആർക്കൊക്കെയാണ് നിലവിൽ 2 വർഷത്തെ ബി എഡ് 1 വർഷത്തെ ബി എഡ് ആയിട്ട് ചെയ്യുവാൻ സാധിക്കും നോക്കാം. അതായത് നിലവിൽ BA അതേപോലെ തന്നെ BSc അല്ലെങ്കിൽ BCom നോർമൽ 3 വർഷത്തെ ഡിഗ്രി കഴിഞ്ഞ ശേഷം 2 വർഷത്തെ PG കഴിഞ്ഞ വിദ്യാർത്ഥികളാണെങ്കിൽ അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് 1 വർഷത്തെ ബി എഡ് എന്നുള്ള സിസ്റ്റമാണ് ഇനി വരാൻ പോകുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഡിഗ്രി BSc അല്ലെങ്കിൽ BA അല്ലെങ്കിൽ BCom സാധാരണ രീതിയിൽ കഴിഞ്ഞ വിദ്യാർത്ഥികളാണെങ്കിൽ അതിനുശേഷം PG കൂടി കഴിഞ്ഞവർക്ക് 1 ഇയർ ബി എഡ് എന്നുള്ള സിസ്റ്റത്തിലോട്ട് വരാൻ പോവുകയാണ്. അപ്പോൾ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ നിലവിൽ PG കൂടി കഴിഞ്ഞിട്ട് വീണ്ടും 2 വർഷത്തെ ബി എഡ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് വലിയ റിസ്ക്കുള്ള കാര്യമാണ്. അപ്പോൾ എന്തായാലും NCTയുടെ ഭാഗത്തു നിന്നുള്ള ഈ ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്കാണ് ഇനി എങ്ങോട്ട് വരുന്ന ഉദ്യോഗാർത്ഥികൾക്കാണ് വളരെ ഉപകാരപ്പെടുക എന്നുള്ള യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി അതോടൊപ്പം തന്നെ 4 ഇയർ ഡിഗ്രി ശ്രദ്ധിക്കേണ്ട കാര്യം, 4 ഇയർ ഡിഗ്രി കഴിഞ്ഞ വിദ്യാർത്ഥികളാണെങ്കിൽ അതായത് ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ 4 വർഷത്തെ ഡിഗ്രി കഴിയുന്ന വിദ്യാർത്ഥികൾക്കും 1 വർഷത്തെ ബി എഡ്. അപ്പോൾ നേരത്തെ തന്നെ നമ്മുടെ നോട്ടിഫിക്കേഷൻ 4 വർഷത്തെ ഡിഗ്രിക്കാരുടെ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ 4 ഇയർ UG കോഴ്സ് കഴിയുന്ന വിദ്യാർത്ഥികൾക്കും 1 ഇയർ ബി എഡ് എന്ന സിസ്റ്റം തുടരുവാൻ സാധിക്കുന്നതാണ്. ഇനി അതോടൊപ്പം തന്നെ നിലവിൽ നോർമലായിട്ട് BA അല്ലെങ്കിൽ BSc BCom അത് 3 വർഷത്തെ സാധാ ഡിഗ്രി കഴിഞ്ഞ വിദ്യാർത്ഥികളാണെങ്കിൽ അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് PG ഇല്ലെങ്കിൽ അവർ ബി എഡ് ചെയ്യാൻ അവർ 2 വർഷത്തെ ബി എഡ് തന്നെ അവർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഈ ഒരു കാര്യമാണ് പ്രധാനമായിട്ടും ബി എഡ് മേഖലയിൽ വരുന്ന മാറ്റങ്ങൾ. അപ്പോൾ ശ്രദ്ധിക്കുക, ഡിഗ്രി 3 വർഷത്തെ ഡിഗ്രി പ്ലസ് PG 2 വർഷം കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് ഇനി 1 വർഷത്തെ ബി എഡ് എന്നുള്ള സിസ്റ്റം വരികയാണ്. അതോടൊപ്പം തന്നെ നിലവിൽ 4 വർഷത്തെ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവർക്കും ജസ്റ്റ് ഈ ഡിഗ്രിക്ക് ശേഷം 1 വർഷത്തെ ബി എഡ് ചെയ്താൽ മതി. ഇനി അതേപോലെ തന്നെ BA BSc BCom നോർമൽ 3 വർഷത്തെ ഡിഗ്രി കഴിഞ്ഞ വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് PG ഇല്ലാതെ ചെയ്യുകയാണെങ്കിൽ അവർക്ക് 2 വർഷത്തെ ബി എഡ് എന്നുള്ള സിസ്റ്റമാണ് നിലവിൽ വരാൻ പോകുന്ന പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ്. അപ്പോൾ എന്തായാലും NEPയുടെ 2022 NEPയുടെ പ്രധാനപ്പെട്ട പോളിസി പ്രകാരമുള്ള അതിലുള്ള പോളിസി പ്രകാരമാണ് ഈ ഒരു പ്രധാനപ്പെട്ട മാറ്റങ്ങൾ ബി എഡ് മേഖലയിൽ വരുന്നത്. അപ്പോൾ എന്തായാലും ബി എഡ് എന്നുള്ളത് 2 വർഷത്തെ ബി എഡ് 1 വർഷത്തെ ബി എഡിലേക്ക് മാറ്റുക എന്നുള്ളത് പുതിയൊരു അപ്ഡേറ്റ്സ് ഈ വർഷം മുതൽ തന്നെ വരുമെന്നാണ് NCTയുടെ ഭാഗത്തു നിന്നുള്ള അപ്ഡേറ്റ്സ്. അങ്ങനെയാണെങ്കിൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിലവിൽ PG കൂടി കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് 1 ഇയർ എന്നുള്ള ബി എഡ് സിസ്റ്റം നിങ്ങൾക്ക് താമസിയാതെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും ഒഫീഷ്യലായിട്ടുള്ള NCTയുടെ ഭാഗത്തു നിന്നുള്ള ഒഫീഷ്യലായിട്ടുള്ള നോട്ടിഫിക്കേഷൻ എന്തായാലും ഉടൻ തന്നെ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അതുമായി ബന്ധപ്പെട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിദ്യാർത്ഥികൾ ഒഫീഷ്യലായിട്ടുള്ള ആ നോട്ടിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. എന്തായാലും കഴിഞ്ഞ
ആഴ്ചത്തെ ഡിസ്കഷൻ പ്രകാരം 1 ഇയർ എന്നുള്ള ആ ഒരു ബി എഡ് ഓൾറെഡി അപ്രൂവ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിലവിൽ 2 വർഷത്തെ ബി എഡ് PGക്കാർ ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ള വളരെ പ്രധാനപ്പെട്ട സന്തോഷ വാർത്ത വിദ്യാർത്ഥികളെ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ബി എഡ് അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള ഗൈഡൻസ് ഉൾപ്പെടെ അതേപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് കരിയർ സംബന്ധമായിട്ട് അത്തരത്തിൽ ഏതെങ്കിലും വിദ്യാഭ്യാസ മേഖലയിലെ ഏതെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു സംശയങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ചെയ്തു തരുവാൻ കരിയർ വെയിൻ റെഡിയാണ്. അപ്പോൾ അതിൻ്റെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു വാട്സപ്പ് പേര് പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്താൻ നിങ്ങൾ കോൾ ചെയ്യരുത്, വാട്സപ്പ് മാത്രം നിങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അത് നിങ്ങൾ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യുക. നേരത്തെ പറഞ്ഞതുപോലെ ചെറിയൊരു ഫീസ് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം. അത്തരത്തിൽ ചെറിയൊരു ഫീസ് കൊടുത്ത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ കരിയർ അല്ലെങ്കിൽ ജോബ് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ അപ്ഡേറ്റ്സ് നൽകുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും അഡ്മിഷൻ സംബന്ധമായിട്ട് ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് വിദ്യാർത്ഥികൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇത്തരത്തിലെ എല്ലാ അപ്ഡേറ്റ്സുകൾക്കും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാൻ, ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാൻ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും തൽക്കാലം ഇറ്റ്സ് മീ സവാദ് അലിച്ചേരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.